കുറേ നാളായി ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു. എല്ലാ വർഷവും കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഞങ്ങൾ നടത്താറുണ്ട്. അമ്മ തിടുക്കത്തിലുള്ള പാക്കിങ്ങിലാണ് കേട്ടോ. അമ്മ പപ്പയുടെ കസവിൻ്റെ മുണ്ടാണ് മടക്കി വെക്കുന്നത്. അമ്മയുടെ ഡ്രസ്സ് ഇസ്തിരി ഇടുന്നത് പപ്പയാണ്. പപ്പയ്ക്ക് അമ്മയോടുള്ള സ്നേഹം കണ്ടോ. അമ്മ കസവിൻ്റെ ഒരു സാരിയും കസവിൻ്റെ ഒരു ചുരിദാറുമാണ് എടുത്തു വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് ധരിക്കാൻ വേണ്ടി. പപ്പ കസവിൻ്റെ ഒരു ഷർട്ടും കസവിൻ്റെ ഒരു മുണ്ടും മേല് പുതയ്ക്കാൻ കസവിൻ്റെ ഒരു ഷോളും എടുത്തു വെച്ചു. ഞാൻ ഇവരിൽ നിന്നെല്ലാം ഒരല്പം വ്യത്യസ്തയാണ്. വളരെ സിമ്പിളായിട്ടുള്ള 2 കുർത്തികൾ ധരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സ്വതവേ കസവിൻ്റെ വസ്ത്രങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ധരിക്കാറില്ല. പീകോക്ക് ബ്ലൂ നിറത്തിലുള്ള ഒരു കുർത്തിയും ഗ്രീൻ നിറത്തിലുള്ള ഒരു കുർത്തിയുമാണ് ഞാൻ ധരിക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിലും ലുക്കിലല്ലല്ലോ കാര്യം, ഭക്തിയിലല്ലേ കാര്യം. അങ്ങനെ ഗുരുവായൂരല്ല പോവാമെന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് ആ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചത്. ഞങ്ങൾക്ക് ആകെ വിഷമമായിപ്പോയി. ഇനി എന്ത് ചെയ്യും? അതാ ഒരു ദേശീയ പണിമുടക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഗുരുവായൂർ യാത്ര മുടങ്ങിപ്പോയി. ഇനി എങ്ങനെ ഭഗവാനെ കാണും? ഇനി എങ്ങനെ ഗുരുവായൂർ പോവും? ഈ ചിന്തകളെല്ലാം ഞങ്ങളെ അലട്ടിക്കൊണ്ടേയിരുന്നു. പിന്നെ ഒന്ന് ആലോചിച്ചപ്പോൾ എന്ത് തന്നെ വന്നാലും, എന്ത് തടസ്സങ്ങൾ വന്നാലും എപ്പം വേണമെങ്കിലും ഭഗവാനെ കാണാമല്ലോ, എപ്പം വേണമെങ്കിലും ഗുരുവായൂർ പോവാമല്ലോ, ഭഗവാൻ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം ഈ തവണത്തെ യാത്രയും മുടങ്ങിയെങ്കിലും അടുത്ത തവണ എന്തായാലും ഗുരുവായൂർ ദർശനം നടത്താനെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ചു.